ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എക്സാം ഒക്കെ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ലാന്ന് കുറേ പേരുടെ മാർക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നോക്കാം എങ്ങനെയാന്ന്. ഓക്കെ, മാർക്സ് ഇപ്പോൾ സെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. ഐ തിങ്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരിക്കും, അതിന് ശേഷമായിരിക്കും മാർക്ക് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത 2 സ്റ്റുഡൻസ് ഉണ്ടെന്ന് കേട്ടു. സോ നിങ്ങൾ നോട്ടെല്ലാം ഫ്രണ്ട്സിനോട് ചോദിക്കുക, അതർവൈസ് എന്നോട് ചോദിക്കുക. ഓക്കെ, ദെൻ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേ ബി നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയി പോകാം. ഓക്കെ, എനി ഡൗട്ട്? സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ ഓക്കെ, ലാസ്റ്റ് നമ്മളെടുത്ത് എൻഡോക്രൈൻ സിസ്റ്റം ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ പാൻക്രിയാസ് വരെ എടുത്തു. ഓക്കെ, അത്രയാണ് യൂട്യൂബ് ചാനലിലുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗ്ലാൻഡ്, അടുത്ത ഗ്ലാൻഡ് തൈറോയിഡ്. ഓക്കെ, ഗ്ലാൻഡ് മീൻസ് ഗ്രന്ഥി. ഓക്കെ, ദാറ്റ് തൈറോയിഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഓക്കെ, നോക്കാം തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ തൈറോക്സിൻ. ഓക്കെ, നിങ്ങൾ ഹോസ്പിറ്റൽ സൈഡിലൊക്കെ തൈറോയിഡ് ടെസ്റ്റിന് എഴുതി തരുമ്പോൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. ഒരു എന്താ പറയുക, ഒരു ഷീറ്റിൽ കണ്ടിട്ടുണ്ടാകും T3 T4 ടെസ്റ്റ് ഒക്കെ. ഓക്കെ, അതൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്താ നോക്കാം ഹോർമോൺസ്. ഓക്കെ, ഇൻ ദാറ്റ് തൈറോക്സിൻ ആണ് T4 എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്ലേസ് വൈറ്റൽ റോൾസ് ഇൻ ഡൈജഷൻ, ഹാർട്ട് ആൻഡ് മസിൽ ഫംഗ്ഷൻ, ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബോൺസ്. അതായത് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഇതിനൊക്കെയാണ് സഹായിക്കുന്നത്. അതായത് അത് പ്രധാനപ്പെട്ട അതിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ ഉണ്ട്. ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനം. ഓക്കെ, ദഹനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെയും മസിൽസിന്റെ ഒക്കെ മീൻസ് പേശിന്റെയും അതുപോലെ തന്നെ ഹൃദയത്തിന്റെയും ഒക്കെ ഫങ്ഷൻസിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് മീൻസ് തലച്ചോറിന്റെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മീൻസ് സെല്ലുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. തൈറോക്സിൻ ഇറ്റ് പ്ലേസ് വൈറ്റൽ റോൾ ഇൻ ഡൈജഷൻ, ഹാർട്ട് ആൻഡ് മസിൽ ഫംഗ്ഷൻ, ദെൻ ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബോൺസ്. അതായത് പ്രധാനപ്പെട്ട ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷനിൽ ഒരു റോൾ വഹിക്കുന്നുണ്ട് മീൻസ് ദഹനത്തിൽ. അതുപോലെ തന്നെ ഹാർട്ടിന്റെയും മസിൽസിന്റെ ഒക്കെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, അതുപോലെ തന്നെ ബോൺസിനെ എല്ലാം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എനിക്ക് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. അതായത് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഹോർമോൺ ആണ് തൈറോക്സിൻ. ഓക്കെ, ഇതിനെയാണ് T4 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷനിലാണ് മീൻസ് ദഹനം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലാണ്. അതുപോലെ തന്നെ ഹാർട്ടിന്റെയും മസിൽസിന്റെ ഒക്കെ ഫങ്ഷൻസിൽ, അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് മീൻസ് തലച്ചോറിന്റെ എല്ലാം വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ ബോൺസിന്റെ മെയിൻ്റെനൻസ് എല്ലുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു ഹോർമോൺ ആണ് സഹായിക്കുന്നത്. Is it clear? Okay. Then രണ്ടാമത്തെ ഹോർമോൺ ട്രൈഐഡോതൈറോണിൻ. ഓക്കെ, അതിനെയാണ് T3 എന്ന് പറയുന്നത്. ട്രൈഐഡോതൈറോണിൻ. ഓക്കെ, ഇതിനെ T3 എന്നാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ T3 എന്ന് പറഞ്ഞ ഹോർമോൺ സഹായിക്കുന്നത് ഇറ്റ് പ്ലേസ് വൈറ്റൽ റോൾസ് ഇൻ ദ ബോഡീസ് മെറ്റബോളിക് റേറ്റ്, ഹാർട്ട് ആൻഡ് ഡൈജസ്റ്റീവ് ഫങ്ഷൻസ്, മസിൽ കൺട്രോൾ, ബ്രെയിൻ ഡെവലപ്മെന്റ്. സെയിം തന്നെ. അതായത് ഇതും ബോഡിന്റെ മെറ്റബോളിക് റേറ്റിൽ മീൻസ് രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. മീൻസ് ഉപാപചയ പ്രക്രിയകൾ, മെറ്റബോളിസം എന്താണെന്ന് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഉപാപചയ പ്രക്രിയകളുടെ അളവിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെയും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിലൊക്കെ ഒരു റോൾ വഹിക്കുന്നുണ്ട്. ദെൻ മസിൽസിനെ, പേശികളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിന്റെ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്നുണ്ട്. Is it clear? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോൺ ആണ് ട്രൈഐഡോതൈറോണിൻ, അതായത് T3 എന്ന് പറയും. ഓക്കെ, ഇറ്റ് പ്ലേസ് വൈറ്റൽ റോൾ ഇൻ ദ ബോഡീസ് മെറ്റബോളിക് റേറ്റ്. ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്
ശരീരത്തിലെ മെറ്റബോളിക് റേറ്റിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണ് മെറ്റബോളിസം ഉപാപചയ പ്രക്രിയകൾ ആ പ്രക്രിയകളുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ഡൈജസ്റ്റീവ് ഫങ്ഷൻസ് മീൻസ് ഹൃദയവും അതുപോലെ തന്നെ ദഹനവും ആയിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസിലൊക്കെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ദെൻ മസിൽ കൺട്രോൾ മീൻസ് പേശികളുടെ കൺട്രോളിനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ ബ്രെയിൻ ഡെവലപ്മെന്റ് മീൻസ് തലച്ചോറിന്റെ വളർച്ചയിലെല്ലാം ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. Is it clear? Okay, body's metabolic rate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപാപചയ പ്രക്രിയകൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ഓക്കെ, മെറ്റബോളിസം ഉപാപചയ പ്രക്രിയകൾ മീൻസ് രാസപരമായ പ്രവർത്തനങ്ങൾ അതിന്റെ എല്ലാം അളവിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Is it clear? Okay. Then തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. Okay, calcitonin എന്ന് പറഞ്ഞാൽ it helps to regulate levels of calcium and phosphate in the body. അതായത് ശരീരത്തിലെ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞ മിനറൽസിന്റെ അതിന്റെ ലെവൽസിനെ മീൻസ് അതിന്റെ അളവിനെ എല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. Okay, കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ ഹോർമോൺ ആണ്. ഇത് പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരീരത്തിലെ ഫോസ്ഫേറ്റ് കാൽസ്യം എന്നൊക്കെ പറഞ്ഞ മിനറൽസ് ഉണ്ട്. ആ മിനറൽസിന്റെ എല്ലാം അളവിനെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയാണ് തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗ്ലാൻഡ് പാരാതൈറോയ്ഡ്. നിങ്ങൾ എല്ലാവരും പിക്ചർ വരച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഞാൻ നോട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഓഫ്ലൈനിലോട്ട് വരുമ്പോൾ മേ ബി നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഡേയ്സ് ഞാൻ ഇത്രയും അതായത് ഇതുവരെ തന്നിരിക്കുന്ന നോട്ട്സ് മൊത്തം ചെക്ക് ചെയ്യുന്നതാണ്. ന്യൂ അഡ്മിഷൻസിനോടല്ല, ഇതുവരെ ഉള്ളവരോട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ടിലെ പിക്ചേഴ്സ് ഞാൻ ഇതുവരെ തന്ന പിക്ചേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കംപ്ലീറ്റ് നോട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാനൊരു പിക്ചർ തന്നായിരുന്നു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ. ഓക്കെ, അതിൽ നോക്കുക തൈറോയ്ഡ് പാരാതൈറോയ്ഡ് എന്നൊക്കെ പറഞ്ഞ ഗ്ലാൻഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗ്ലാൻഡ് പാരാതൈറോയ്ഡ്. ഓക്കെ, ഇൻ ദാറ്റ് പാരാതൈറോയ്ഡ് സെക്രിയേറ്റ് ചെയ്യുന്ന മീൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ PTH അല്ലെങ്കിൽ പാരാതോർമോൺ അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ. ഓക്കെ, പാരാതൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെയാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ PTH എന്ന് പറയും, അല്ലെങ്കിൽ പാരാതോർമോൺ എന്നൊക്കെ പറയും. ഓക്കെ, ഇത് മൂന്നും സെയിം ആണ്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് PTH ഈസ് ടു ഇൻക്രീസ് ബ്ലഡ് കാൽസ്യം ലെവൽസ്. അതായത് ബ്ലഡിലെ കാൽസ്യം എന്ന് പറഞ്ഞ മിനറലിന്റെ ലെവൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് PTH അല്ലെങ്കിൽ പാരാതോർമോൺ അല്ലെങ്കിൽ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്ലഡിലെ കാൽസ്യം എന്ന് പറഞ്ഞ മിനറലിന്റെ ലെവൽസിനെ കൂട്ടാൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഈ PTH. Is it clear? Okay. അതായത് പാരാതൈറോയ്ഡ് സെക്രീറ്റ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ PTH അല്ലെങ്കിൽ പാരാതോർമോൺ. ഓക്കെ, എല്ലാം സെയിം തന്നെ. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവൽസിനെ കൂട്ടുക. കാൽസ്യം എന്ന് പറഞ്ഞ ഒരു മിനറൽ ആണ്. ഓക്കെ, ബ്ലഡിലെ മീൻസ് രക്തത്തിലെ കാൽസ്യം എന്ന് പറഞ്ഞ മിനറലിന്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് PTH. Is it clear? Clear ആയോ? Okay. Jasmine? Okay, പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ അതിന് തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് PTH അല്ലെങ്കിൽ പാരാതോർമോൺ. പാരാതോർമോൺ. ഓക്കെ, എല്ലാം സെയിം തന്നെ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിന്റെ ലെവലിനെ കൂട്ടുക. ഓക്കെ, അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ്. Is it clear? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ഗ്ലാൻഡിലോട്ട് പോകാം. മീഗിൾ. ഓക്കെ, തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ തൈറോക്സിൻ പറ.
Okay, good. Adira KM. Adira KM. Hiba Fatima. Hiba Fatima. Okay, T3 hormone bara. Okay. Okay, good. Manjima. Okay, calcitonin bara. ഏത് മിനറൽസ്? Phosphate and calcium. Okay. Sandra KB. Shamsira VS. Okay, parathyroid hormone bara. Okay. Okay, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? Is it clear? Okay. അടുത്ത ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, അടുത്ത ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും. ഓക്കെ, അതായത് രണ്ടായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ തരംതിരിച്ചിട്ടുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബാക്ക്. ഓക്കെ, അതായത് മെഡിക്കൽ ടേംസ് ആണ്. ഓക്കെ, ആന്റീരിയറിന്റെ മീനിങ് ഫ്രണ്ട്. ഓക്കെ, പോസ്റ്റീരിയറിന്റെ മീനിങ് ബാക്ക്. ഓക്കെ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും അതുപോലെ തന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും. ഓക്കെ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻഭാഗം ഫ്രണ്ട് പോർഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ആന്റീരിയർ പോർഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് പറയാൻ പോകുന്നത്. Okay, in that first one, growth hormone. Okay, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫ്രണ്ട് പോർഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, in that first one, growth hormone. Okay, growth hormone എന്തിനെ സഹായിക്കുന്നത് നോക്കാം. In that GH causes growth of almost all cells and tissues of the body. അതായത് ഗ്രോത്ത് ഹോർമോൺ സഹായിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളുടെ സെൽസിന്റെയും അതുപോലെ തന്നെ ടിഷ്യൂസിന്റെ കലകളുടെയൊക്കെ വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത്. അതിന്റെ എല്ലാം ഗ്രോത്തിനാണ് സഹായിക്കുന്നത്. ഓക്കെ, അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ഇത് സഹായിക്കുന്നത് ശരീരത്തിലെ സെൽസിന്റെയും ടിഷ്യൂസിന്റെയും ഒക്കെ ഗ്രോത്തിനാണ്, മീൻസ് വളർച്ചയ്ക്കാണ്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ രണ്ടാമത്തെ ഹോർമോൺ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിൻ എന്ന് പറയും. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിൻ. ഓക്കെ, ACTH എന്നാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ACTH, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ACTH. ഓക്കെ, നോട്ടിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സഹായിക്കുന്നത്, അതായത് ഇറ്റ് റെഗുലേറ്റ്സ് ദി ലെവൽസ് ഓഫ് ദി steroid hormone cortisol, which released from the adrenal gland. അതായത് ACTH അല്ലെങ്കിൽ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഈ ഹോർമോൺ സഹായിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയാം. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ, ഒരു സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഹോർമോൺ ആണ് കോർട്ടിസോൾ. ഓക്കെ, അതിന്റെ ലെവൽസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുകയാണ് ഈ ACTH ചെയ്യുന്നത്. ഓക്കെ, എന്നോട് പറയാം. ACTH is to regulate levels of the steroid hormone cortisol, which released from the adrenal gland. അതായത് ACTH സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ACTH സഹായിക്കുന്നത് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണിനെ, ഇതിന്റെ അളവിനെ നിയന്ത്രിക്കാനാണ്. അതായത് ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ്.
ഒന്നും കൂടി പറയാം. ACTH ന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ എന്ന് പറയും. ഓക്കെ, ആ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവിനെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നാണ്. Is it clear? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണം. ഓക്കെ, അതായത് രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അഡ്രിനോകോർട്ടിക്കോട്രോപ്പിൻ. ഓക്കെ, അതായത് ACTH എന്ന് പറയും. ഓക്കെ, ഇത് സഹായിക്കുന്നത് കോർട്ടിസോൾ എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് ഹോർമോൺ. ഓക്കെ, ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് കോർട്ടിസോൾ. ആ കോർട്ടിസോളിന്റെ അളവിനെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നാണ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കോർട്ടിസോളിന്റെ അളവിനെ നിയന്ത്രിക്കുകയാണ് ഈ ACTH ചെയ്യുന്നത്. Is it clear? Okay. Then മൂന്നാമത്തെ ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയും. Okay, TSH. TSH stimulates the thyroid gland to produce thyroxine. അതായത് TSH അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റ് ഹോർമോൺ സഹായിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിന്റെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, എന്നോട് പറയാം. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇൻ ദാറ്റ് TSH stimulates the thyroid gland to produce thyroxine. ഓക്കെ, അതായത് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. The TSH stimulates the thyroid gland to produce thyroxine. അതായത് ഈ തൈറോയിഡ് TSH എന്ന് പറഞ്ഞ ഹോർമോൺ സഹായിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നാലാമത്തെ ഹോർമോൺ. അടുത്ത ഹോർമോൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് FSH. FSH. Okay, that FSH stimulates production of gametes by the gonads. നാലാമത്തെ ഹോർമോണിന്റെ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ FSH. FSH stimulates production of gametes by the gonads. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് gametes and gonads? നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, ചോദിക്കുന്നവര് പറയാം gametes എന്താ gonads എന്താന്ന്. അദൃശ്യ റെസ്പോൺസ് ചെയ്യാം. നോ റെസ്പോൺസ്. അലീന, ആർക്കെങ്കിലും അറിയോ ഗൊണാഡ്സ് എന്താന്ന്? എനിവൺ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. അറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ആർക്കും അറിയത്തില്ല? ഗൊണാഡ്, ഗാമറ്റ് ഇതൊന്നും ആരും കേട്ടിട്ടില്ല? മറന്നുപോയി. ഓക്കെ, യെസ് വെരി ഗുഡ്. ഏതൊക്കെയാണ് അശ്വിനി? അത് ഓർക്കുന്നില്ല. ഓക്കെ 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 ഇതെങ്കിൽ ഇത് ഞാൻ വിചാരിച്ച ഇതൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നതാന്ന് വിചാരിച്ചത്. ഓക്കെ ഓക്കെ ഷാന, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതായത് ഗ്യാമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവം ആൻഡ് സ്പേം. ഷാന പറഞ്ഞാണ് ശരി. ഓക്കെ, ഓവം ആൻഡ് സ്പേം. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓവം ഫീമെയിൽ ഗൊണാഡ്സ് എന്ന് പറഞ്ഞിട്ട്. യെസ് ഏതൊക്കെയാണ് ഹിബ? ഓവറീസ്. ദെൻ മെയിൽസിൽ ഏതാണ്?
ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിൽ പറയാം. ടെസ്റ്റിസ്. ഓക്കെ ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ ഏകദേശം ശരിയാണ്. ഓക്കെ, ഗ്യാമെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓവും സ്പേമും. ഓക്കെ, ഓവും സ്പേമും ആണ് ഗ്യാമെറ്റ്സ്. ഓവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗ്യാമെറ്റ്. ഫീമെയിൽസിലെ ഗ്യാമെറ്റ് ആണ് ഓവം. ഗ്യാമെറ്റ്, ഗോണാഡ് ഇതിനൊന്നും മലയാളം മീനിങ് ഇല്ല, അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഗ്യാമെറ്റ്സ് ആണ് ഓവം ആൻഡ് സ്പേം. ഓവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിലിലെ ഗ്യാമെറ്റ് ആണ്. ഓക്കെ, സ്പേം മെയിലിലെ ഗ്യാമെറ്റ് ആണ്. ഇതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ഗ്യാമെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവം ആൻഡ് സ്പേം ആണ്. ഓക്കെ, ഓവം ഫീമെയിലിലും സ്പേം മെയിൽസിലും. ഓക്കെ, ഗൊണാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഗ്യാമെറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ. ഓക്കെ, അതാണ് ഗൊണാഡ്സ്. ഓക്കെ, ഗൊണാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറി. ഓവറിയാണ് ഫീമെയിലിലെ ഗൊണാഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ മെയിലിലെ ഗൊണാഡ്സ് ടെസ്റ്റിസ്. ഓക്കെ, അതായത് ഫീമെയിലിലെ ഗൊണാഡ് ആണ് ഓവറി. ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമെറ്റ് ആണ് ഓവം. ഓക്കെ, മെയിൽസിലെ ഗൊണാഡ് ടെസ്റ്റിസ് ആണ്. ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമെറ്റ് ആണ് സ്പേം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഈ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് FSH സ്റ്റിമുലേറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമെറ്റ്സ് ബൈ ദി ഗൊണാഡ്സ്. അതായത് ഗൊണാഡ്സിൽ നിന്നുള്ള ഗ്യാമെറ്റ്സിന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് FSH. ഓക്കെ, ഗൊണാഡ്സിൽ നിന്നുള്ള ഗ്യാമെറ്റ്സിന്റെ ഉൽപാദനത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് FSH. ഗ്യാമെറ്റ് എന്താന്ന്, ഗൊണാഡ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്യാമെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവം പ്ലസ് സ്പേം. ഗൊണാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറി പ്ലസ് ദെൻ ടെസ്റ്റിസ്. ഓക്കെ, അതായത് ഈ ഓവറിയും ടെസ്റ്റിസും ഓവവും സ്പേമും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്ഷനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് FSH. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ ഹോർമോൺ. അഞ്ചാമത്തെ ഹോർമോൺ ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ. ഓക്കെ, അതായത് LH. ഓക്കെ, LHല് മെയിൽസിലും ഫീമെയിൽസിലും പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ഫീമെയിൽസ്. നിങ്ങളുടെ പറയാം, അഞ്ചാമത്തെ ഹോർമോൺ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയും. LH ബ്രാക്കറ്റില് LH. ഓക്കെ, LHന് മെയിൽസിലും ഫീമെയിൽസിലും പ്രത്യേകമായിട്ടുള്ള റോൾസ് ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ഇൻ ഫീമെയിൽസ് എന്ന് കൊടുക്കാം. ഇൻ ഫീമെയിൽസിൽ LHന്റെ ഫങ്ഷൻസ് എന്താ നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് LH causes the ovaries to release egg during ovulation. Full stop. If fertilization occurs, LH will stimulate the corpus luteum, which produce progesterone to sustain the pregnancy. ഓക്കെ, അതായത് ഫീമെയിൽസിൽ LHന്റെ ഫങ്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓവറീസ് ടു റിലീസ് എഗ് ഡ്യൂറിങ് ഓവുലേഷൻ. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവറീസിൽ നിന്ന് എഗ് പ്രൊഡ്യൂസ്, അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ഹോർമോൺ ആണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്ന ടൈമിൽ ഓവറീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓവം. ഓക്കെ, ഓവറീസ് ആണ് ഓവം ഉൽപ്പാദിപ്പിക്കുന്ന, ഓൾറെഡി പറഞ്ഞു. ആ ഒരു പ്രക്രിയനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് LH. ഓക്കെ, ദെൻ ഈ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്താന്ന് ജസ്റ്റ് പറയാം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു, ഗ്യാമെറ്റ്സ്, അതായത് ഫീമെയിലിലെ ഗ്യാമെറ്റ് ഓവാന്ന് പറഞ്ഞു, മെയിലിലെ ഗ്യാമെറ്റ് സ്പേം ആന്ന് പറഞ്ഞു. ഈ ഓവം പ്ലസ് സ്പേം ഇസ് ഈക്വൽ ടു സൈഗോട്ട് ആകും. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഓവം സ്പേമും കൂടി ചേർന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുക. ഇതിന്റെ ഒന്നും മലയാളം വേർഡ്സ് എനിക്ക് അറിഞ്ഞുകൂടാ, മീൻസ് മലയാളം മീനിങ് ഇല്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, എന്താ പറയാ, അണ്ടം, ബീജം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകുക. നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ ഇംഗ്ലീഷ് ടേംസ് തന്നെ പഠിക്കുക. ഓക്കെ, മലയാളം ഇതുക ഈ ടേംസ് കറക്റ്റ് ആയിട്ട് ഈ മെഡിക്കൽ ടേംസ് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, ഈ ഗ്യാമെറ്റ്സ് അതായത് ഓവും അതുപോലെ തന്നെ സ്പേമും. ഓവം ഫീമെയിലില് അതുപോലെ തന്നെ സ്പേം മെയിൽസിൽ. ഈ ഓവം പ്ലസ് സ്പേം ഇസ് ഈക്വൽ ടു സൈഗോട്ട് ആയി മാറും. അതായത് ഓവും
സ്പേമും കൂടി കൂടിച്ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, ആ സൈഗോട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയാം ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂഷൻ ഓഫ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ്സ് ആണ്. ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ്സ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ്സ്, അതായത് ഗ്യാമെറ്റ്സ് കൂടിച്ചേരുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓവവും സ്പേമും കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ക്ലിയർ ആയോ? Is it clear? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണം. ഓക്കെ, അതായത് ഫീമെയിലിലെ ഗ്യാമറ്റ് ആണ് ഓവം. ഓക്കെ, മെയിലിലെ ഗ്യാമറ്റ് ആണ് സ്പേം. ഓക്കെ, ഈ ഓവം പ്ലസ് സ്പേം, അതായത് ഓവവും സ്പേമും കൂടി കൂടിച്ചേർന്നിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അതാണ് സൈഗോട്ട്. ഓവം പ്ലസ് സ്പേം ഈസ് ഈക്വൽ ടു സൈഗോട്ട്. ഓക്കെ, ആ ഒരു പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ്സ്. ഗ്യാമെറ്റ്സ് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, അതായത് ഓവവും സ്പേമും. ഓക്കെ, ഈ ഓവവും സ്പേമും കൂടി ചേരുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay, that if fertilization occurs, LH will stimulate the corpus luteum which produce progesterone to sustain the pregnancy. അതായത് വേർഡ്സുകൾ ഈ ഒരു സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, മീൻസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് ഫീമെയിൽസിലാണ്. ഓക്കെ, ഇത് പ്രോസസ്സ്, ഈ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയ നടക്കുന്നത് ഫീമെയിൽസിലാണ്. ഓക്കെ, ഇൻ ദാറ്റ് ആ ഒരു ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ LH എന്തിനു സഹായിക്കുന്നത്, മീൻസ് ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടി എന്താണെന്നൊക്കെ നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫീമെയിലിലെ ഒരു പാർട്ടാണ്. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടി എന്ന് പറഞ്ഞ ഭാഗത്തെയാണ് നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ കോർപ്പസ് ലൂട്ടിയത്തെ നിയന്ത്രിക്കപ്പെടും. അതുപോലെ തന്നെ അവിടെ ഒരു ഹോർമോൺ കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടും, പ്രൊജസ്ട്രോൺ എന്ന് പറയും. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയത്തെ LH നിയന്ത്രിക്കുന്ന ടൈമിൽ അവിടെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, അതായത് പ്രൊജസ്ട്രോൺ. ഓക്കെ, അങ്ങനെ ഈ പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്, മീൻസ് പ്രഗ്നൻസി സാധ്യമാക്കാൻ സഹായിക്കുന്നത്. ഒന്നും കൂടി പറയാം, അതായത് ഫെർട്ടിലൈസേഷൻ ഫീമെയിൽസിൽ നടക്കും. ആ ഒരു പ്രോസസ് ഫീമെയിൽസിൽ നടക്കുന്ന ടൈമിൽ ഈ LH എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ഭാഗത്തെ നിയന്ത്രിക്കും. ഓക്കെ, അങ്ങനെ അത് സ്റ്റിമുലേറ്റ് ആകുന്നത് വഴി പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, അങ്ങനെ ആ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വഴിയാണ് പ്രഗ്നൻസി സാധ്യമാകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഈ ഒരു നമ്മൾ അഞ്ചാമത്തെ ഹോർമോൺ പറഞ്ഞിരിക്കുന്നത് LH ആണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ ഫീമെയിൽസിൽ നടത്തുന്ന, അല്ലെങ്കിൽ ഫീമെയിൽസിൽ എന്തൊക്കെ റോളാണ് വഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് LH causes the ovaries to release egg during ovulation. അതായത് LH പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ LHന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, മീൻസ് ഓവറീസ് ഓവം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എഗ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഫീമെയിൽസിൽ നടക്കുന്ന ടൈമിൽ, അതായത് ഓവവും സ്പേമും കൂടിച്ചേരുന്ന ടൈമിൽ, ഓക്കെ, ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ ഈ LH കോർപ്പസ് ലൂട്ടി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. അങ്ങനെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, പ്രൊജസ്ട്രോൺ എന്ന് പറയും. ഓക്കെ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി സാധ്യമാക്കാൻ സഹായിക്കും, മീൻസ് പ്രഗ്നൻസിക്ക് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് മെയിൽസിൽ ഇതെന്തൊക്കെ മാറ്റാണ് വരുത്തുന്നത് നോക്കാം. നെക്സ്റ്റ്, ഇൻ മെയിൽസ്, in that stimulates
testicular growth and enhance the production of an androgen binding protein by Sertoli cells, which are a component of the testicular tubule necessary for sustaining the maturing sperm cells. അതായത് മെയിൽസിൽ ഈ ഹോർമോൺ സഹായിക്കുന്നത് ടെസ്റ്റിക്കുലാർ ആയിട്ടുള്ള ഗ്രോത്തിനാണ്. ടെസ്റ്റിക്കുലാർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിന്റെ ടെസ്റ്റിക്കുലാർ എന്നൊക്കെ ഉള്ളത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം. ടെസ്റ്റിസിന്റെ എല്ലാം വളർച്ചയ്ക്ക് സഹായിക്കും. അതിന്റെ വളർച്ചേനെ എല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ ആൻഡ് എൻഹാൻസ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൻ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ബൈ സെർട്ടോളി സെൽസ്. അതായത് സെർട്ടോളി സെൽസിലുള്ള ആൻഡ്രോജൻ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കാനും സഹായിക്കും, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും. ദെൻ എന്താണ് ആ ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ എ കോമ്പോണന്റ് ഓഫ് ദി ടെസ്റ്റിക്കുലാർ. ഈ സെർട്ടോളി സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ എ കോമ്പോണന്റ് ഓഫ് ദി ടെസ്റ്റിക്കുലാർ ട്യൂബ്യൂൾ. അതായത് ടെസ്റ്റിക്കുലാർ ട്യൂബ്യൂളിലുള്ള ഒരു ഘടകമാണ് ഈ സെർട്ടോളി സെൽസ്. അതെന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേം സെൽസിന്റെ, അതായത് സ്പേം ആയിട്ടുള്ള കോശങ്ങളുടെ അതിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റിക്കാണ് സഹായിക്കുന്നത്. ഒന്നുകൂടി പറയാം. അതായത് it stimulates the testicular growth and enhance the production of an androgen binding protein by the Sertoli cells, which are a component of the testicular tubule necessary for sustaining the maturing sperm cells. അതായത് ഈ LH മെയിൽസിൽ സഹായിക്കുന്നത് ടെസ്റ്റിക്കുലർ ആയിട്ടുള്ള ഗ്രോത്ത്, മീൻസ് ടെസ്റ്റിസിന്റെ എല്ലാം വളർച്ചയ്ക്കാണ്. അതുകൂടാതെ തന്നെ സെർട്ടോളി സെൽസിലുള്ള ആൻഡ്രോജൻ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ പ്രൊഡക്ഷനെ എല്ലാം സഹായിക്കുന്നുണ്ട്. അതായത് ഈ സെർട്ടോളി സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റിക്കുലാർ ആയിട്ടുള്ള ഈ ടെസ്റ്റിസിന്റെ ഒരു ട്യൂബ്യൂൾ, ടെസ്റ്റിക്കുലാർ ആയിട്ടുള്ള ഒരു ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ആണ് ഇത് അടങ്ങിയിരിക്കുന്നത്, ഈ ഒരു ഘടകം അടങ്ങിയിരിക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേം സെൽസിന്റെ മെച്യൂരിറ്റിക്കാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. In males, it stimulates the testicular growth and enhance the production of an androgen binding protein by Sertoli cells, which are a component of the testicular tubule necessary for sustaining the maturing sperm cells. അതായത് ഇത് ടെസ്റ്റിക്കുലാർ ആയിട്ടുള്ള ഗ്രോത്തിന്, മീൻസ് ടെസ്റ്റിസിന്റെ എല്ലാം ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സെർട്ടോളി സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ആൻഡ്രോജൻ ബൈൻഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസിന്റെ എല്ലാം പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. ഈ സെർട്ടോളി സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിക്കുലാർ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഈ സെർട്ടോളി സെല്ല്. ഇതെന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേം സെൽസിന്റെ മെച്യൂരിറ്റിക്കൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടി സ്പേം സെൽസിന്റെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെൽസ് കാണപ്പെടുന്നത് ടെസ്റ്റിക്കുലാർ ട്യൂബ്യൂളിലാണ്. ക്ലിയർ ആയോ? ഇതിനെക്കുറിച്ച് ഈ ടേംസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് ഒക്കെ വരിക. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടി മനസ്സിലാകും. ടൈം ആയിട്ടുണ്ട്. ബാക്കി ക്ലാസ് നാളെ എടുക്കാം. താങ്ക് യു.